ഇപ്പൊ പോപ്പുലർ ഫ്രണ്ടിന്റെ ആ മിഷൻ 2047 ഡോക്യുമെന്റ് നിങ്ങൾ എടുത്ത് വായിക്കുക. അതിനകത്ത് കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു 4 സ്റ്റേജിൽ ഈ പറയുന്ന സാധനം നടപ്പിലാക്കണം ഇന്ത്യ ശരീഅത്ത് രാജ്യമാക്കാൻ എന്ന് പറയുന്നതിൽ അതിൽ ഏറ്റവും ആദ്യം പറയുന്ന 2 സ്റ്റേജുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്? നമ്മൾ ഇവിടെ ഒരു വിക്ടിം കാർഡ് ഇങ്ങനെ ഇറക്കിക്കൊണ്ടേയിരിക്കണം. മുസ്ലിങ്ങൾ ഇവിടെ അപകടത്തിലാണെന്ന് വരുത്തി തീർത്തുകൊണ്ടേയിരിക്കണം. ഇവിടുത്തെ ഈ മെജോറിറ്റി ഹിന്ദു ഈ പറയുന്ന ഭരണം കൈയാളുന്ന ആളുകൾ അത് താഴ്ന്ന ജാതികൾക്കും മുസ്ലിങ്ങൾക്കും വിരുദ്ധരാണ്, അവരുടെ ശത്രുക്കളാണ് എന്ന് നമ്മൾ സ്ഥാപിക്കണം. ഇതാണ് അവർ പോപ്പുലർ ഫ്രണ്ടിന്റെ ഡോക്യുമെന്റിൽ പോലും എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെന്താ ചെയ്യുക? ഇതിനെ ചെയ്യേണ്ടത് നിലവിലുള്ള പ്രശ്നങ്ങളെ നമ്മൾ പെരുപ്പിച്ച് കാണിക്കണം. അത് സോൾവ് ചെയ്തതാണെന്നുണ്ടെങ്കിൽ കുത്തിപ്പൊക്കണം. ബാബരി നമ്മൾ മറക്കില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന സ്റ്റേറ്റ്മെന്റ് വരുന്നത് അവിടുന്നാണ്. അത് സോൾവ് ചെയ്താൽ പോലും അവർ മറക്കാൻ സമ്മതിക്കില്ല എന്ന് വരുന്നത് അവിടുന്നാണ് അത് പൊങ്ങി വരുന്നത്. എന്ന് പറഞ്ഞ പോലെ ഇനി ഇല്ലാന്ന് വിചാരിക്കുക, ഒരു പ്രശ്നവും ഇല്ലാത്തത് കുത്തിപ്പൊക്കും. ഈ പറയുന്ന രീതിയിൽ ഇപ്പൊ ഇതിൽ കണ്ട മറ്റൊരു വാദം, ഇലക്ഷനും ഈ പറയുന്ന വോട്ട് ചോരി മാറ്റിവെക്കുക. മറ്റൊന്നെന്താ കണ്ടത്? ഇതിനകത്ത് അറസ്റ്റ് ചെയ്യുന്ന ആളുകളുടെ പേര് പുറത്തു വരുന്നത് വരേക്കും ഇലക്ഷനും ഈ പറയുന്ന വോട്ട് ചോരിയും പറഞ്ഞുകൊണ്ടിരുന്നു. അറസ്റ്റ് ചെയ്ത ആളുകളുടെ പേര് പുറത്തു വന്നപ്പോ പിന്നെ നമ്മൾ എന്താ കേട്ടെ? പിന്നെ കേട്ടത് അത് നമ്മൾ കാര്യമാക്കണ്ട, മുന്നേ കുറെ പേര് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി, അവരെയൊക്കെ പിന്നീട് വെറുതെ വിട്ടു, ഇവരെയും വെറുതെ വിടാൻ പോകുന്നു എന്ന് വെച്ചാൽ ഇതുവരെയും ഒരാളെയും ഇവിടെ ശിക്ഷിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ചോദിക്കുന്നത്, യാക്കൂബ് മേമന് ഇവിടെ എന്താ ഇവിടെ ചെയ്ത്? ആളെവിടെയായിരുന്നു? അജ്മൽ കസബ് എവിടെയായിരുന്നു? ഇവർക്കൊക്കെ മയ്യത്ത് നിസ്കരിക്കുന്ന അവസ്ഥ ഇവിടെ ഉണ്ടായിട്ടുണ്ട്.